നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ അവധിയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം കുത്തനെ ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വലിയ ടെക് ഓഹരികൾ ഇടിഞ്ഞതോടെ വെള്ളിയാഴ്ച വലിയ നഷ്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 2.7% ഇടിഞ്ഞു. S&P 500 2%, ഡൗ ജോൺസ് 1.6% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു ഡാറ്റ US കോർ ഇൻഫ്ലേഷൻ ആയിരുന്നു. ഈ ഡാറ്റ മന്ദഗതിയിലുള്ള വളർച്ചയാണ് US എക്കോണമിയിൽ കാണിച്ചു തന്നത്. കൂടാതെ പണപ്പെരുപ്പത്തെ കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിക്കൊണ്ടുവരുന്നു ഈ ഡാറ്റ. ഇത് കൂടാതെ ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് ഏപ്രിൽ 2 മുതലാണ് ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ സംസാരിക്കാം. S&P 500 കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സെക്ടറുകൾ അവിടെ ആദ്യം കമ്മ്യൂണിക്കേഷൻ സർവീസസും അതിനുശേഷം കൺസ്യൂമർ ഡിസ്ക്രിഷണറിയുമായിരുന്നു. ഇതോടെ റെക്കോർഡ് ഹൈയിൽ നിന്ന് ഏകദേശം നാസ്ഡാക്ക് 14% ഇടിവ് രേഖപ്പെടുത്തി. S&P 500 9% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ US ടെക് ഓഹരികൾ തന്നെയാണ് കാര്യമായി നഷ്ടമുണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിലും ടെക് സൈഡ് തന്നെയായിരുന്നു വീക്കായിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് വിപ്രോയാണ്. 3.19% ഇടിവുണ്ടാക്കി. ഇൻഫോസിസ് 2.68% ഇടിഞ്ഞു. മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക് 0.22% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. HDFC ബാങ്ക് 1.08% ഇടിവും രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡി 0.5% ഇടിയുകയാണ് ഉണ്ടായത്. ഇതുകൂടാതെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. S&P 500 0.82% ഇടിവിലും ഡൗ ജോൺസ് 0.52% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും കനത്ത ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് 4% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 2.4% ഇടിവിലും ഓസ്ട്രേലിയൻ മാർക്കറ്റ് 1.44% ഇടിവിലുമാണ് ഇപ്പോൾ ഉള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും $81,000 ഇടിഞ്ഞിരിക്കുന്നു. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വരാം. സ്പോട്ട് ഗോൾഡ് 0.6% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 66,880 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്ന അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതൊക്കെ സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷൻ വ്യൂസാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏപ്രിൽ 2 റെസിപ്രോക്കൽ താരിഫ് വരുന്നത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. റെസിപ്രോക്കൽ താരിഫുകൾ ഏപ്രിൽ 2 വരാനിരിക്കുകയാണ്. അതായത് ഈ വരുന്ന ബുധനാഴ്ചയാണ് റെസിപ്രോക്കൽ താരിഫ് വരുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീക്കായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം റെസിപ്രോക്കൽ താരിഫ് ബുധനാഴ്ചയുണ്ട്. കൂടാതെ ഓട്ടോ സെയിൽസ് ഡാറ്റ 1 വരും. കൂടാതെ Q4 അപ്ഡേറ്റുകൾ പ്രധാനപ്പെട്ടതായിരിക്കും. അതും ഈ ആഴ്ച തന്നെയാണ് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം. ഇനി നമ്മൾ ഈ റെസിപ്രോക്കൽ താരിഫുകൾ ഇന്ത്യയെ എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് തന്നെയാണ് നോക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അടുത്ത ആഴ്ചത്തെ ഒരു ഗതി അവിടെ നിർണ്ണയിക്കപ്പെടുക. ഗ്ലോബൽ മാർക്കറ്റുകളെ ഇത് തീർച്ചയായിട്ടും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയെ ബാധിക്കുന്നത് കുറവായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് കൂടുതലായിട്ട് ബാധിക്കുക ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെയായിരിക്കും. അത് ബാധിക്കുന്നത് 20 മുതൽ 25% വരെയുമായിരിക്കും. US ഇപ്പോൾ നോക്കുന്നത് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ റെസിപ്രോക്കൽ താരിഫ് മാറ്റി നിർത്തിയാൽ മറ്റ് താരിഫുകൾ US ഏർപ്പെടുത്തിയതിൽ സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയവയ്ക്ക് 25% തീരുവ ഏർപ്പെടുത്തി. കൂടാതെ ഓട്ടോ സെക്ടറിൽ 25% തീരുവ ഏർപ്പെടുത്തി. ഇതൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് വലുതായി ബാധിക്കപ്പെടാത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. സ്റ്റീൽ വലുതായി ബാധിച്ചില്ല. ഇനി ഓട്ടോ സെക്ടറിൽ ചില കമ്പനികൾ, പ്രത്യേകിച്ച് ടാറ്റ മോട്ടോഴ്സിനെയൊക്കെ അത് ചെറുതായി ബാധിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ഒഴിച്ചാൽ ഈ ഓട്ടോ സെക്ടറിൽ താരിഫ് ഏർപ്പെടുത്തിയൊന്നും വലുതായിട്ട് ഇന്ത്യയെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇതുകൂടാതെ 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ 5.67% വർധനയോടെ ഇന്ത്യയുടെ വ്യാപാരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. US, UAE, നെതർലാൻഡ്സ് എന്നിവയാണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലായി നിൽക്കുന്ന രാജ്യങ്ങളായി വരുന്നത്. ഇനി ഇന്ത്യയുടെ മൊത്തം GDP നോക്കുകയാണെങ്കിൽ അതിൻ്റെ 12% മാത്രമേ കയറ്റുമതി സംഭാവന ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഈ റെസിപ്രോക്കൽ താരിഫ് കാരണം നഷ്ടം വരികയാണെങ്കിൽ
അത് $3.1 ബില്യൺ ആയിരിക്കും. അതായത് അത് വെറും GDP-യുടെ 0.1% മാത്രമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി വരുന്നത്. അതായത് അത്ര മാത്രമേ എഫക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ റെസിപ്രോക്കൽ താരിഫ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പറയുന്നത്. ഇതിനോടൊപ്പം ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ അമേരിക്ക ചൈനയിൽ നിന്ന് 10.5% ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് അത് വെറും 2.5% മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റെസിപ്രോക്കൽ താരിഫ് കൂടുതലായി ബാധിക്കുന്നത് ചൈനയെ തന്നെയായിരിക്കും. ഇനി ഒരുപക്ഷെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാക്രോ എക്കണോമിക് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഏറെക്കുറെ ഒരു സേഫർ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. 2025 സാമ്പത്തിക വർഷത്തിൽ GDP വളർച്ച ഇപ്പോൾ 6.6% കണക്കാക്കുന്നത്. ഇതുകൂടാതെ പണപ്പെരുപ്പം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പണപ്പെരുപ്പം 3.6% അതായത് RBIയുടെ ടാർഗറ്റിന് താഴെയായിട്ടാണ് പണപ്പെരുപ്പം വന്നത്. ധനക്കമ്മി 4.8% കുറയുകയുണ്ടായി. ഏതായാലും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന റെസിപ്രോക്കൽ താരിഫ് ഏപ്രിൽ 2-ാം തീയതിയാണ്. അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. കാരണം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഒന്നടങ്കം എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിൽ ഇനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന എന്തെങ്കിലും പ്രസ്താവനകളോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിലൊക്കെ ഈ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ മാർക്കറ്റുകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റുകളിലും അതുപോലെ ഇന്ത്യൻ വിപണിയിലും സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റ് ന്യൂസിലും അതുപോലെ പോഡ്കാസ്റ്റ് രൂപത്തിലും അവതരിപ്പിക്കുന്നതാണ്. എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസിനും ഞങ്ങൾ ചെയ്യുന്ന പോഡ്കാസ്റ്റ് വീഡിയോസിനടക്കം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെയാണ് നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കാറുള്ളത്. എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ 1-2 എഡ്യൂക്കേഷണൽ വ്യൂസ് മാത്രമാണ് നൽകാറുള്ളത്. അപ്പോൾ മുഴുവൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല അവസരം കൂടിയുണ്ട്. വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ താഴെ നൽകിയിട്ടുണ്ട്. വളരെ പരിമിതമായ ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.